CPM-ന്റെ ഗൃഹസന്ദർശനത്തിന്റെ കീഴ്ഘടകങ്ങൾ കുറ്റകരമായ അനാസ്ഥ കാട്ടിയ നേതൃത്വം ഗൃഹസന്ദർശന പരിപാടി തീരുമാനിച്ചതുപോലെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളുമായുള്ള ബന്ധത്തിൽ പോരായ്മ പരിപാടിയിൽ വ്യക്തമായെന്നും വിലയിരുത്തൽ. ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. ശരിക്കും വ്യാപകമായി ഗൃഹസന്ദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും വീടുകളിൽ കയറാൻ നേതാക്കന്മാർ തയ്യാറായില്ല എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? SKN ഗുഡ് മോർണിംഗ്. ജനുവരി 1 മുതൽ 15 വരെ നീണ്ടു നിൽക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയാണ് CPM തീരുമാനിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി മറികടക്കാനുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഗൃഹസന്ദർശന പരിപാടി ആസൂത്രണം ചെയ്തത്. എന്നാൽ പലയിടത്തും അത് ഫലപ്രദമായ രീതിയിൽ നടന്നില്ല. ഇക്കാര്യത്തിൽ കീഴ്ഘടകങ്ങൾ കുറ്റകരമായ അനാസ്ഥ വരുത്തി എന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനം. നേതാക്കന്മാർ ചെന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള ഒരു വീട് കയറൽ നടന്നത്. എന്നാൽ അത് സംസ്ഥാനമൊട്ടാകെ ഫലപ്രദമായി നടന്നുവെന്ന വിലയിരുത്തൽ CPM സംസ്ഥാന നേതൃത്വത്തിനില്ല. പലയിടത്തും ഒരു വഴിപാട് പോലെ നടന്നു. ചിലയിടങ്ങളിൽ വീടുകളിലൊന്നും സ്ക്വാഡുകൾ എത്തിയതേയില്ല എന്ന വിമർശനവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കീഴ്ഘടകങ്ങൾ ഈ കുറ്റകരമായ അനാസ്ഥ തിരുത്തണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ അവസരമായിരുന്നു. ആ അവസരം വിനിയോഗിക്കുന്നതിൽ വീഴ്ച വന്നുവെന്നാണ് CPM സംസ്ഥാന നേതൃത്വം വിമർശിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും ഗൃഹസന്ദർശന പരിപാടി ആസൂത്രണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് CPM. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വനിതാ സ്ക്വാഡിനെ അടക്കം രംഗത്തിറക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് CPM ആലോചിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.